അങ്ങനെ നമ്മുടെ ചാനൽ ഇന്ന് 36 സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നിന്ന് തുടങ്ങി ഞാൻ ഈ 36 വരെ എന്ത് പെട്ടെന്ന് എത്തിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ 36 എന്ന് പറയുന്നത് എനിക്കൊരു 36,000-ൻ്റെ അത്രയും വാല്യൂ ഉണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഈവനിങ് വരെ ഞാൻ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിച്ചിരുന്ന ഒരു സാധനം വെറുതെ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടു. അത് 36 പേരിലേക്ക് എത്തി, അവരത് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കത് വളരെ വലിയ കാര്യമാണ് കേട്ടോ. എനിക്ക് ഏകദേശം ഒരു എന്തോ ദേശീയ പുരസ്കാരമോ ജ്ഞാനപീഠമോ ഒക്കെ കിട്ടിയ ഒരു എഫക്റ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്താണെന്നറിയില്ല. ഈ 36 എന്നുള്ളതിന് ഒരു 36,000-ലേക്ക് പെട്ടെന്ന് എത്തട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആർക്കും ബുദ്ധിമുട്ടില്ലാതെ, ആരെയും വിഷമിപ്പിക്കാതെ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് മറ്റുള്ളവരും കൂടി അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു 3-4 പേർക്കല്ലാതെ വേറെ ആർക്കും ഇതറിയില്ലടോ. അതിൽ നിന്ന് എങ്ങനെ 36 പേരിലേക്ക് എത്തിയെന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് കേട്ടോ. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. എന്നെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലുമൊക്കെ വീഡിയോ ഒന്ന് വൈറലായി ആരെങ്കിലുമൊക്കെ അറിഞ്ഞ് കണ്ടുപിടിച്ച് വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു. അതല്ലാതെ ഞാനായിട്ട് ഇത് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിട്ട് പറയുന്നുമില്ല. 36 പേരെത്തിയെങ്കിൽ ബാക്കി ഇനി അച്ചീവ് ചെയ്യാനായിട്ട് സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇതിനകത്ത് ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതോ വ്യൂസ് കൂടുന്നതോ ഒന്നും തന്നെ ശ്രദ്ധിക്കാറുണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ എൻ്റെ ജോലി നിർത്തുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ടൈമിലാണ് ഞാനൊരു ജോലിക്ക് കയറുന്നത്. ഇപ്പോൾ കുഞ്ഞിന് 2 വയസ്സാവുന്നു. ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ജോലിയെല്ലാം കംപ്ലീറ്റ്ലി അങ്ങനെ നിർത്തി ഇരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വെറുതെ ഇരിക്കുന്നത് വളരെ എൻ്റെ മൈൻഡിനെ ഇറിറ്റേറ്റ് ആക്കുന്ന കാര്യമാണ്. ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് എന്നെ എപ്പോഴും എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ കൂട്ടിയതാണ് കേട്ടോ ഈ ചാനൽ.